എന്താ തിരുവേനി എന്ത് പറ്റി? അയ്യോ ഒന്നും പറയണ്ട. വെള്ളത്തിൽ വീണോ? വെള്ളത്തിൽ വീണെന്ന് പറയണ്ട, പ്രശ്നമായി. എന്ത് ചെയ്യും? നിങ്ങൾ എവിടുന്ന? നമുക്ക് കേറ്റ് ചാനലിന് വരുന്നതാണ്. ക്യാറ്റ് ചാവല. പൂച്ചയോ? പൂച്ച. കർഷക ക്ഷേമത്തെ കുറിച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ കല്ല്, ഇതൊക്കെയാണ് നമ്മുടെ ഗതികേട്. പറ. എന്തൊക്കെയാ അറിയേണ്ടത്? കർഷക ക്ഷേമത്തെ കുറിച്ച് അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെയാ പറ, ചോദിക്കാം. എന്താ അറിയണ്ടത്? തിരുമേനിക്ക് ഇപ്പൊ എത്രയുണ്ട് സ്ഥലം കാർഷിക? എനിക്ക് പണ്ടുണ്ടായിരുന്നു, അതൊക്കെ അന്ന് നശിച്ചുപോയി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്ക് കൃഷി തുടങ്ങി. അത് 2 തരത്തിലുള്ള കോഴിയായിരുന്നു, കറുത്ത കോഴി, വെളുത്ത കോഴി. കറുത്ത കോഴി 300, വെളുത്ത കോഴി 300, ടോട്ടൽ 600 കോഴി. അതിനെ വളർത്തിക്കൊണ്ട് നടന്നിരുന്നതാണ് പണ്ട്. ഈ കോഴിയുടെ കൂട് ഒക്കെ തിരുവല്ല എവിടെയാണ്? അത് വീടിന്റെ അടുത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വീടിന്റെ അടുത്ത് തന്നെ 2 തരത്തിന് വേറെ വേറെ. കറുത്തത് 300, മറ്റേത് 300. അപ്പോൾ രണ്ടിനും വേറെ വേറെ പരിപാടികൾ. പിന്നെ ഈ കറുത്ത കോഴി എത്ര മുട്ട തരും? കറുത്ത കോഴിയാറുണ്ട്, വെളുത്ത കോഴിയാറുണ്ട്. കറുത്ത കോഴി കറുത്തത് 300 കോഴിന് 300 മുട്ട. വെളുത്ത കോഴി 300 കോഴി 300 മുട്ട. പിന്നെ കോഴിക്കുള്ള തീറ്റ തിരുവേനി എവിടുന്ന കൊണ്ടിരുന്നത്? അത് ടൗണിൽ നിന്ന് കൊണ്ടുവരും. ടൗണിൽ നിന്ന് ഒരു കോഴിക്ക് എത്ര തീറ്റ കൊടുക്കേണ്ടി വരും? ഒരു കോഴി 300. അത് ഏതിനാ അറിയണ്ടേ? ഒരു കോഴി എന്ന് പറയാൻ കറുത്ത കോഴി അറിയണ്ട, വെളുത്ത കോഴി അറിയണ്ട്. രണ്ടും കൂടി ഒന്നിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ ശരിയാവില്ല, അതിന്റെ സ്റ്റൈലുണ്ട് പറയണത്. 20 kg ഒരു ദിവസത്തിൽ 300 കോഴിക്ക് വരും. അവര് വെളുത്ത കോഴിക്ക് 20 kg വരും ഒരു ദിവസം. അപ്പൊ ഈ കോഴി കാഷ്ടം തിരുവനന്തപുരം കാഷ്ടം ആൾക്കാർ വളത്തിന് വേണ്ടി വാങ്ങുന്നുണ്ട്. അത് കറുത്തേന്റെ അറിയണ്ട, വെളുത്തേന്റെ അറിയണ്ട. ഒന്നിച്ച് പറഞ്ഞാൽ മതിയോ? കറുത്തതാണെങ്കിൽ 400 kg, വെളുത്തതാണെങ്കിലും 400 kg. അത്രേ വരുന്നത്. പിന്നെ നമ്മളെ KFC TV. പിന്നെ ഇതിനെപ്പറ്റി പറയുമ്പോ വേറെ കാര്യം പറയാണ്ട്. നമ്മളെ ഇതൊക്കെ പറയുന്ന ഉപയോഗിച്ച് പറയുന്നതല്ലേ. നമ്മുടെ നാട്ടിലൊരു പൂരണ്ട്. ആ പൂരത്തിന് 3 ആനയുണ്ട്. അത് 2 സൈഡിലും കൊമ്പനാന, നടുവില് പിടിയാന. പിടിയാന എന്ന് പറഞ്ഞാൽ പെട്ടാന. ഇനി അത് വിചാരിക്കേണ്ട ചിരിച്ചിരിയിലത്തെ ബമ്പർ ചിരിയിലത്തെ ആൾക്കാരാന്ന് വിചാരിക്കേണ്ട, സ്റ്റേജാന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇത് പറഞ്ഞോ, ഇനി അറിയേണ്ടത് നിങ്ങൾക്ക് കോഴിയുടെ എന്താ അറിയേണ്ടത്? കോഴിയുടെ ഈ കാർഷിക ചെറുപ്പത്തിലെ തിരുമേനിക്ക് കാർഷികമായിട്ട് ബന്ധമുണ്ടല്ലോ. ചെറുപ്പത്തിലുണ്ട്. കൃഷിയായിട്ടാണ് ആദ്യം, പിന്നെയാണ് കോഴിയായിട്ടുണ്ടായത്. പിന്നെ നിങ്ങളുടെ നാടെവിടെയാ? എന്റെ നാട് തിരുവേനി. നിങ്ങളുടെ നാടാ ചോദിക്കുന്നത് എവിടെയാന്ന്? തിരുവേനി. എന്റെ പേരല്ലേ? അല്ല, എന്റെ നാട് തിരുവേനിയാണ്. തിരുവേനി അതേത് മനസ്സിലാവുന്നില്ല, പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്റെ നാട് തിരുവേനിയാണ്. അതെവിടെയാന്ന് ചോദിക്കുന്നത്? തിരുവേനിയാണ്. തിരുവേനി ആടാ, ഇത് നല്ല സ്ഥലത്താണല്ലോ വന്ന് പെട്ടത്. തിരുവേനിയാണ് എന്റെ നാട്. തിരുമേനി അങ്ങനെ പറ. പോസ്റ്റ് തിരുമേനിയാണോ? പോസ്റ്റ് തിരുമേനി നല്ല പറയണ്ട. ഞാൻ തിരുമേനിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഈ 2 പേന വെച്ചിട്ടുണ്ട്, ഇത് കണ്ടുപിടിച്ചാരാ? ഈ നീലപ്പേനയാണോ ചുവപ്പ് പേനയാണോ? അതെന്നെ ആക്കിയതാണോ തോന്നണു? ആക്കിയതന്നെ. അതെ, നമ്മൾ ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന തിരുമേനി. ഞാനതിന് അങ്ങനെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ? ഈ കൈക്കോട്ട് കണ്ടുപിടിച്ചാരാ പറയാൻ പറ്റുമോ? കൈക്കോട്ട് കണ്ടുപിടിച്ചതാ? കൈക്കോട്ട് ബാഗ്മില്ലൻ. ബാഗ്മില്ലൻ അതെന്ത് വർത്താനം? അതാണ് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചോദ്യം വയ്ക്കാൻ അതിന് ഉത്തരം പറയണല്ലോ. അങ്ങനത്തെ ഉത്തരം പറയുന്നത് എന്താ? അങ്ങനെയൊക്കെ ആയി പറഞ്ഞ കാര്യം നടക്കാം. അപ്പൊ നമ്മളൊക്കെ പോട്ടെ. ഈ മൈക്ക് കണ്ടുപിടിച്ചാരാ? ഇത് മേഡം ക്യൂറി. മേഡം ക്യൂറി. അതെന്താ? ഞാൻ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു പേര്. അങ്ങനെ ഒരാളുണ്ട്, അയാളെ കണ്ടുപിടിച്ച്. അതെ, എന്നിട്ട് കൃഷിയുടെ കാര്യമൊക്കെ കഴിഞ്ഞു? അപ്പൊ കൃഷിയും കോഴിയുടെ എല്ലാം കഴിഞ്ഞു. ഞാൻ ചോദിക്കാൻ വേണ്ടി തിരുമേനി എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നല്ലേ.